തണ്ണീർപന്തലൊരുക്കി കൊടുങ്ങല്ലൂർ അലർട്ട്. മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ, ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള ശരിയായ മാർഗം. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി റോഡിൽ ഫ്രഷ് വ്യാപാരിന് സമീപത്താണ് അലർട്ട് കൊടുങ്ങല്ലൂർ തണ്ണീർപന്തൽ ഒരുക്കിയിരിക്കുന്നത്. വിവിധതരം പാനീയങ്ങൾ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഇവിടെ നിന്ന് സൗജന്യമായി ലഭിക്കും. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ തണ്ണീർപന്തലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ ചെയ്തു വന്നിട്ടുള്ള ആളുകളാണ്. ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇന്ന് നമുക്കറിയാം ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് ഈ ചൂട് അനുഭവിക്കുന്ന ഈ സമയത്ത് ഇതിലെ കടന്നു പോകുന്ന യാത്രക്കാർക്ക് ഒരു തണ്ണീർപന്തൽ ഒരുക്കുക എന്നുള്ളത് വളരെയധികം ഈ സമയത്തിൻ്റെ കാലങ്ങളിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് നമുക്കറിയാം. ഇതൊരു ചെറിയ കാര്യമല്ല. നമുക്കറിയാം ഇന്ന് ഈ ചൂടിനെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലൊക്കെ തന്നെ തണ്ണീർപന്തൽ ഒരുക്കുന്നുണ്ട്. അതുപോലെ മറ്റുള്ള സംഘടനകളും ഒക്കെ സജീവമായിട്ട് തന്നെ ഈ ചൂടിനെ ശമിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകും. എന്നാലും ഈ ചൂട് ഈ മെയ് മാസം കടന്നു പോകണമെങ്കിൽ ഭയങ്കര കാഠിന്യമായ ചൂടാണ്. എല്ലാ കിണറുകളും അതേപോലെ തന്നെ ഇതൊക്കെ തന്നെ വെള്ളം വറ്റി വരേണ്ട ഒരു സമയത്ത് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രവർത്തനത്തിന് നഗരസഭയുടെ പേരിൽ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുകയാണ്. തുടർന്നും ഇനിയും ഇത് മുന്നോട്ട് മഴക്കാലം വരെയും തുടർന്ന് ഓരോ ദിവസം ഇന്നിപ്പോൾ ഒരു വെള്ളമാണ്. അപ്പോൾ നാളെ ഓരോന്ന് മാറി ഫ്രൂട്ട്സൊക്കെ ആയിട്ട്, കാരണം ശരീരം നിലനിർത്തുന്ന ഉഷ്ണം അന്തരീക്ഷം നിലനിർത്തുന്ന ഫ്രൂട്ട്സ് ഒരു അനിവാര്യ ഘടകം തന്നെയാണ്. അപ്പോൾ നാളെ തുടങ്ങി ഭക്ഷണമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള പാനീയങ്ങളൊക്കെ കൊടുത്ത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നാണ് വ്യക്തമായ ഔദ്യോഗികമായ ഉദ്ഘാടനം ചെറുപ്പത്തിലായി. അലർട്ട് പ്രസിഡന്റ് CC അനിത അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PA റഷീദ്, കോർഡിനേറ്റർ PH റഹീം, അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണേഴത്ത്, സുമയ്യ, വിനോദ് കക്കറ, നജീബ് ആനക്കോടൻ, VS ഇബ്രാഹിംകുട്ടി, PA സീതി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു.